നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്താവളങ്ങൾ വഴിയുള്ള വിദേശത്തു നിന്നുള്ള കടത്ത് അത് ഒരു സ്ഥിരം വാർത്തയാണ്. എപ്പോഴും എല്ലാ വിമാനത്താവളത്തിൽ വെച്ചിട്ടും ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് പല സാധനങ്ങളും കടത്തുന്നവരെ കസ്റ്റംസ് പിടികൂടാറുണ്ട്. അതിൽ പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ സ്വർണ്ണമായിരുന്നു. ഇപ്പോഴും സ്വർണം വലിയ രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിലടക്കമുള്ള പല വിമാനങ്ങളിലും കടത്തുന്നുണ്ട്. ദിവസവും, അതും പല രൂപത്തിൽ ദിവസവും അത്തരത്തിലുള്ള കേസുകൾ പിടിക്കപ്പെടുന്നുണ്ട്, അന്വേഷണവും നടക്കുന്നുണ്ട്. എന്നാൽ ഒരു കാലഘട്ടത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഇപ്പോൾ വംശനാശം സംഭവിക്കുന്ന മൃഗങ്ങളെയാണ് കടത്തുന്നത്. അത് എന്തിനാണ് എന്നുള്ളത്, അവയെ ഉപയോഗിച്ച് പല മരുന്നുകളും നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നിർമ്മിക്കാനായിട്ടാണ് ഇത്തരത്തിൽ നമ്മുടെ വംശനാശം വന്നു പോകുന്ന പല മൃഗങ്ങളെയും ഇത്തരത്തിൽ വിമാനത്താവളങ്ങൾ വഴി മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇത്തരക്കാർ കടത്തുന്നത്. ഇതിനും വലിയ തുകയാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള വാർത്തകൾ പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പാമ്പുകളെ കടത്താൻ ശ്രമിച്ച വിമാനയാത്രക്കാരൻ പിടിയിലായിട്ടുണ്ട്. ചെക്ക് ഇൻ ബാഗേജിൽ നിന്ന് 10 അനാക്കൊണ്ടകളെ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് യുവാവ് അറസ്റ്റിലായത്. ബാംഗ്ലൂരിലെ കെപ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ബാങ്കോക്കിൽ നിന്ന് എത്തിയതായിരുന്നു യുവാവ്. ബാംഗ്ലൂരിലെത്തിയ ഇയാളെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടുകയായിരുന്നു. വന്യജീവി കടത്ത് ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ലെന്നും കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് എക്സിൽ കുറിച്ചു. യെല്ലോ അനാക്കൊണ്ടകളെ കടത്താനായിരുന്നു യുവാവ് ശ്രമിച്ചത്. ജലാശയങ്ങൾക്ക് സമീപം സാധാരണയായി കാണപ്പെടുന്ന അനാക്കോണ്ടകളാണിത്. ബാങ്കോക്കിൽ നിന്ന് എത്തിയ യാത്രക്കാരനെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് ബാംഗ്ലൂരു കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. അതേസമയം യാത്രക്കാരനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അന്വേഷണം നടന്നു വരികയാണെന്നും വന്യജീവി കടത്ത് അനുവദിക്കില്ലെന്നും കസ്റ്റംസ് വകുപ്പ് പ്രതികരിച്ചു. പരഗ്വായ്, ബ്രസീൽ, ബൊളീവിയ, നോർത്തേൺ അർജന്റീന, നോർത്തേൺ ഉറുഗ്വായ് എന്നിവിടങ്ങളിലെ നദീതടങ്ങളിൽ ഇവയെ കണ്ടുവരുന്നുണ്ട്. ഭാരതത്തിലെ നിയമങ്ങൾ അനുസരിച്ച് വന്യജീവികളെ വിൽക്കുന്നതും കടത്തുന്നതും ശിക്ഷാർഹമായ കുറ്റമാണ്. കഴിഞ്ഞ വർഷം ബാംഗ്ലൂരു വിമാനത്താവളത്തിലും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. കങ്കാരി കുഞ്ഞിനെ ഉൾപ്പെടെ 234 വന്യജീവികളെ കടത്താൻ ശ്രമിച്ച യുവാവിനെയാണ് കസ്റ്റംസ് അന്ന് പിടികൂടിയത്. ബാങ്കോക്കിൽ നിന്നായിരുന്നു ഇയാൾ എത്തിയത്. ചെറിയ പ്ലാസ്റ്റിക് ബോക്സിൽ വെച്ച് കടത്താൻ ശ്രമിച്ചതിനാൽ കങ്കാരി കുഞ്ഞ് ശ്വാസം ലഭിക്കാതെ ചത്തുപോയിരുന്നു. കസ്റ്റംസ് വകുപ്പിന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് ഇയാളുടെ ബാഗുകൾ പരിശോധിച്ചപ്പോൾ ട്രോളി ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ പെരുമ്പാമ്പ്, ഓന്ത്, ഉറുമ്പുകൾ, ആമകൾ, ചീങ്കണ്ണികൾ എന്നിവയെ കണ്ടെത്തുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബാങ്കോക്കിൽ നിന്ന് പറന്നെത്തിയ യാത്രക്കാരെ മൃഗങ്ങളെ കടത്താൻ ശ്രമിച്ചതും വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. പട്ടുകോട്ടയിൽ താമസിക്കുന്ന മുഹമ്മദ് മുബീൻ ഏപ്രിൽ 12-ന് ബാങ്കോക്കിൽ നിന്ന് എത്തിയപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇയാളുടെ ചെക്ക് ഇൻ ബാഗേജിൽ നിന്ന് 484 ചുവന്ന ഇയേർഡ് സ്ലൈഡർ ആമകളെയും 9 ആഫ്രിക്കൻ ആമകളെയാണ് കണ്ടെത്തിയതായി പത്രക്കുറിപ്പിൽ പറയുന്നത്. അന്വേഷണത്തിൽ തമിഴ്നാട് പോലീസിൽ മധുരൈ ബറ്റാലിയനിലെ TSP ആറാമൻ ഹവൽദാറായി നിയമിതരായ S രവികുമാറിനാണ് മൃഗങ്ങളെ സ്വീകരിക്കേണ്ടിയിരുന്നതെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഇയാളെയും പിടികൂടി. അറസ്റ്റിലായ മുബീനെയും രവികുമാറിനെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ അന്വേഷണവും നടക്കുകയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള കടത്തുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്.